ഞങ്ങളുടെ നൈറ്റ് വോക്ക് കൃത്യമായി പറഞ്ഞ അർദ്ധരാത്രിയിലെ വോക്ക് ഒരു ദിവസം ഞങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. കാരണം ഞാനും എൻ്റെ പൊടിക്കുപ്പിയും ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്ന സമയം രാത്രികളാണ്. ഞങ്ങൾ ചേട്ടൻ പറയാ പാതിര കുടുക്കന്മാരാണ്, രാത്രി 2 പേർക്ക് ഉറക്കില്ലാന്ന്. എനിക്ക് ഉറങ്ങുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ഈ കൂടെ ആളെ സമ്മതിക്കണ്ടേ. ഇതുപോലെയുള്ള ഒരു വാശിയും ഓരോന്ന് എടുത്തിട്ടുള്ള കളി മൊത്തം രാത്രിയാണ്. രാത്രി മൊത്തം കഴിച്ച് ക്ഷീണിച്ച് രാവിലെ കിടന്നു. ഇപ്പോഴെന്നല്ല കേട്ടോ, ജനിച്ച അന്ന് മുതൽ അവൾ ഇങ്ങനെയാണ്. ജനിച്ചപ്പോഴല്ല, വയറ്റിലുള്ള സമയത്ത് അങ്ങനെയാണ്. എൻ്റെ പ്രഗ്നൻസി ടൈം ഒക്കെ രാത്രി ഒട്ടും എനിക്ക് ഉറക്കില്ല. എൻ്റെ ഓർമ്മയിൽ പോലും ഒരു പരീക്ഷാകാലത്ത് ഞാൻ ഉറക്കൊഴിച്ച് പറ്റില്ല. എന്നാൽ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഒരു രാത്രി പോലും ഉറങ്ങിയിട്ടില്ല. അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഡെലിവറി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ രാത്രി ഉറങ്ങുമ്പോൾ കുറച്ച് നേരം, അപ്പോൾ നമുക്കും കൂടെ കിടന്ന് ഉറങ്ങാലോ. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റി. രാവിലെ മൊത്തം ഉറങ്ങി രാത്രി ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടി. ഒരു പോള കണ്ണടക്കില്ല. ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞത് 28 കഴിഞ്ഞ് ശരിയാവുമായിരുന്നു. പിന്നെ 56 90 ഇപ്പം വയസ്സ് 1.5. ഇപ്പോഴും ഇത് തന്നെ അവസ്ഥ. രാത്രിയിലുള്ള വാശി, കളി, കുറുമ്പ്, അങ്ങനെ എല്ലാം ആളുടെ പീക്കിലെത്തുന്ന സമയം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ആ റുട്ടീനായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വരാൻ. പിന്നീട് അങ്ങോട്ട് നാട്ടിലുള്ള സമയത്ത് ഞാനും അവളും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന സമയത്ത് മാറി. ഞങ്ങളുടേത് മാത്രമായിട്ടുള്ള സമയം. ഇവിടെ വന്നതിന് ശേഷം ഒരു ദിവസത്തിലെ മിക്ക സമയത്തും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഞങ്ങൾ ഉറങ്ങിയും വീട്ടിലെ പണികളും ഭക്ഷണം കഴിപ്പും അങ്ങനെ തീരും. ഞങ്ങളുടെ കളികൾ ഏറ്റവും മാക്സിമം ചെയ്ത സമയത്താണ്. അച്ഛൻ പകുതി വരെ കൂടെ നിൽക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഉറങ്ങും. കാരണം ആൾക്ക് രാവിലെ നേരത്തെ ജോലിക്ക് പോകണല്ലോ. അങ്ങനെ 3 മണി 3:30 ആകുമ്പോൾ കളികളും വാശികളും ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ആളുക കയറി കിടന്ന് വരലും